നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ രാജ്യത്തിന് അഭിമാനമായി കേരളം. ഇനി അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനം. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയെന്നും മുഖ്യമന്ത്രി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രേഖ മുഖ്യമന്ത്രി മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. സമരപ്രതിജ്ഞാ റാലിയോടെ 266 ദിവസത്തെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ആശാപ്രവർത്തകർ. പ്രതിഷേധം ഇനി പ്രാദേശിക തലത്തിൽ. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് മഹാസംഗമം. ആശമാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷം സമരപ്പന്തലിൽ. UDF വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് VD സതീശൻ. സംസ്ഥാനത്തെ നെല്ല് സംഭരണ പ്രതിസന്ധി തീരുന്നു. കുട്ടനാട്ടിലും തൃശ്ശൂരിലും ഇന്നു മുതൽ സംഭരണം. ധാരണയിലെത്തിയത് 2 മില്ലുടമകളുമായി. മറ്റുടമകളുമായി ചർച്ച തുടരുന്നു. കടുത്ത പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ കാർഷിക സർവകലാശാലയിലെ ഫീസ് കുറയ്ക്കുന്നു. ഡിഗ്രി കോഴ്സുകൾക്ക് 50%, PG കോഴ്സുകൾക്ക് 40% കുറയ്ക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന് പങ്കെന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളിയെന്ന് അറിഞ്ഞിട്ടും ചെമ്പുപാളിയെന്ന് രേഖയുണ്ടാക്കാൻ കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തു വിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പത്തനംതിട്ട കോടതി. അതിദാരിദ്ര്യ മുക്ത കേരളത്തിൻ്റെ പൊതുസമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യാവസ്ഥയെ മറികടന്നത് നാടിൻ്റെ സഹകരണത്തോടെയാണെന്നും അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. ഓരോ മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് 69 വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന്. നമ്മുടെ ഏവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഈ ദിനത്തിൽ തന്നെയാകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രേഖ മുഖ്യമന്ത്രിയും മുഖ്യാതിഥിയായി എത്തിയ മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു.
കേരളപ്പിറവി ദിനത്തിൽ തിരികെ പൊതുവേദിയിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് നടൻ മമ്മൂട്ടി. 8 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൊതുവേദിയിലെത്തുന്നത്. 8 മാസം കൊണ്ട് സംസ്ഥാനത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിദാരിദ്ര്യത്തിൽ നിന്നും മാത്രമാണ് നാം മാറിയത്, ദാരിദ്ര്യത്തിൽ നിന്നും മാറിയിട്ടില്ല. സാമൂഹിക ജീവിതം വികസിക്കാൻ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-ലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു പലരെയും അപേക്ഷിച്ച് മുന്നിലാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, വിമർശനങ്ങൾക്കിടയിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നു സർക്കാരിന്റെ അവകാശവാദങ്ങൾ? രാജേഷ്, പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന കേരളത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നവകേരള സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയായാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തെ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമായും മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുകയും ചെയ്തു. ഏക കിടപ്പാട സംരക്ഷണ ബിൽ അത് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബാങ്കുകളൊക്കെയും തന്നെ ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം പല സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഏക കിടപ്പാട സംരക്ഷണ ബിൽ എന്നത് സർക്കാർ പാസാക്കുകയും അത് നിയമമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഗവർണർ അത് ഒപ്പിടുകയും ചെയ്തു. അക്കാര്യം കൂടി അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം വളരെ കൃത്യമായി സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ അത് 1000 രൂപയായി നടപ്പാക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനവും ഇന്ന് നടത്തുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 31,34,000 സ്ത്രീകൾക്ക് ഇതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള സമഗ്രമായ വികസനത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം തന്നെ, അല്ലെങ്കിൽ വലിയൊരു കാര്യങ്ങൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് എത്രത്തോളം വികസനത്തിലേക്ക് കേരളം എത്തി എന്ന കാര്യം വ്യക്തമാക്കിയത്. അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ജനുവരിയിൽ ചൂരൽമലയിലെ ടൗൺഷിപ്പ് പൂർത്തിയാക്കി ജനങ്ങൾക്ക് പുനരധിവസിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം ഇതോടൊപ്പം തന്നെ നടത്തി. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലായിരുന്നു ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മാസങ്ങൾക്ക് ശേഷം മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഒരു പൊതുവേദിയിൽ എത്തുകയും ചെയ്തു. അത് തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കേരളപ്പിറവി ദിനത്തിൽ തനിക്ക് തിരികെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിദാരിദ്ര്യം മാത്രമാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിൽ നിന്നും ഇനിയും നമ്മൾ മുക്തരാകേണ്ടതുണ്ട്. അതിനായി സാഹോദര്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ജനങ്ങൾ കൂടി തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ രാജപാതയും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ വികസനം, സാമൂഹ്യ ജീവിതമാണ് വികസിക്കേണ്ടത്. അതിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നടപ്പാക്കിയത് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. എന്തുതന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചത് ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒപ്പം ജനങ്ങളും ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാവരുടെയും ഫലമായാണ് ഈ ഒരു വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം ആരോപണങ്ങളും ഉണ്ടായെങ്കിലും വലിയൊരു ചടങ്ങിൽ തന്നെ ഈ പ്രഖ്യാപനം നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. സർക്കാർ അധികാരത്തിലേറി ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം തന്നെയായിരുന്നു ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത്. 4 വർഷത്തിലേക്ക് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് പ്രാവർത്തികമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളപ്പിറവി ദിനത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. ഇത് പുതുയുഗ പിറവി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരള ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ അതിദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ചു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പറഞ്ഞതൊക്കെ നടപ്പാക്കിയാണ് ഇടത് സർക്കാരിന് ശീലം. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ മുക്തരാക്കി. ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ന് സഭ സമ്മേളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത്. സഹകരിക്കാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ സമരത്തിൽ ആയതിനാലും അതിദരിദ്രമുക്ത പ്രഖ്യാപനം തട്ടിപ്പായതിനാലും സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പൊള്ളയായ പ്രഖ്യാപനമാണെന്നും സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണെന്നും സഭ ബഹിഷ്കരിച്ച ശേഷം പ്രതിപക്ഷം ആരോപിച്ചു. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി മാറിയത്? ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് കോൺഗ്രസും BJPയും. അതേസമയം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപനത്തിൽ സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ രംഗത്ത് വന്നു. കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നത് ജീവൽ പ്രശ്നങ്ങൾ നേരിടുന്നവരോടുള്ള വെല്ലുവിളിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി അർഹതയുള്ള എത്ര പേർ മാറി നിൽക്കുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാനാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനം നടത്തുന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ്. അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം PR സ്റ്റണ്ട് എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ. ഇത് റീലാണോ എന്നത് വ്യക്തതയില്ലെന്നും ജബി മേത്തർ പറഞ്ഞു. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള ഏറ്റവും വലിയൊരു PR സ്റ്റണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം വെറും PR പ്രവർത്തനം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 60,000 പേർ അതിദാരിദ്ര്യമുക്തരായെന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ്, ഒരു PR തട്ടിപ്പ് മാത്രമാണ്, ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ CPM ഗവൺമെന്റ് നടത്തുന്നത്. പ്രഖ്യാപനത്തെ തുടർന്ന് പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്ന് BJP നേതാവ് MT രമേശും വ്യക്തമാക്കി. സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. നിയമസഭ ബഹിഷ്കരിച്ചത് പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയെന്ന് CPM നേതാവ് EP ജയരാജൻ. പ്രതിപക്ഷത്തിന് കേരള വിരുദ്ധ മനോഭാവമാണെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത്. അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ? അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ. അതിദരിദ്രർ ഇല്ലാത്ത കേരളമെന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. അതിദരിദ്രമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് ഗവൺമെന്റിന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് കാരണങ്ങൾ ഉണ്ടാവണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിലെ
കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് പോകുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കറുത്ത തുണി ഉപയോഗിച്ച് വായ മൂടിക്കെട്ടി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നെല്ല് സംഭരണം പ്രതിസന്ധി തീരുന്നു. കുട്ടനാട്ടിലും തൃശ്ശൂരിലും ഇന്നു മുതൽ സംഭരണം തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. 2 മില്ലുടമകളുമായി സർക്കാർ ധാരണയിലെത്തി. മറ്റ് മില്ലുടമകളുമായി ചർച്ച തുടരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഭക്ഷ്യ കൃഷി വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച 100 കിലോ നെല്ലിന് 68 കിലോ അരി എന്ന അനുപാതത്തെ ചൊല്ലിയാണ് തർക്കം. സംസ്ഥാന സർക്കാർ 66.5 കിലോ അരി നൽകി ബാക്കി തുക നഷ്ടപരിഹാരമായി നൽകാമെന്ന നിർദ്ദേശമെങ്കിലും മില്ലുടമകൾ അംഗീകരിച്ചിട്ടില്ല. ഹൈക്കോടതിയും മില്ലുടമകളുടെ ആവശ്യം തള്ളിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. കടുത്ത പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ കാർഷിക സർവകലാശാല ഫീസ് കുറയ്ക്കുന്നു. ഡിഗ്രി കോഴ്സുകൾക്ക് 50%, PG കോഴ്സുകൾക്ക് 40%മാണ് ഫീസ് കുറയുക. കൃഷിമന്ത്രി ഇന്ന് സർവകലാശാല അധികൃതരുടെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ഈ യോഗത്തിലായിരുന്നു ഫീസ് കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഭാരമാവാത്ത തരത്തിലുള്ള ഫീസ് ഘടന മാത്രമായിരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ട്. അക്കാര്യം ധനകാര്യ വകുപ്പിൻ്റെയും മുഖ്യമന്ത്രി എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ രാവിലെ ആലോചിച്ചിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഫീസിൻ്റെ കാര്യത്തിൽ വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിൽ. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ മഹസറിൽ കൃത്രിമം ചെയ്തുവെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലും ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 കേസ് പരിഗണിച്ചത്. തുടർന്ന് സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളി എന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. മഹസറുകളിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളെ വെറും ചെമ്പുപാളികൾ എന്നെഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇനി കൂടുതൽ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരത്തിന് അവസാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം സമരവേദിയിൽ ആശമാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. രാഹുൽ വേദി വിട്ടതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലെത്തിയത്. ഫെബ്രുവരി 10-ന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. ആശമാരുടെ ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം അവസാനിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേരളപ്പിറവി ദിനത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വരുമ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ആശമാരുടെ കാര്യമാണ് നടപ്പിലാക്കുക എന്ന് VD സതീശൻ പറഞ്ഞു. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങൾ നോക്കുള്ളൂ UDF. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിനു ശേഷമാണ് VD സതീശൻ സമരവേദിയിലെത്തിയത്. എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരവേദിയിലെത്തി. വേദിയിൽ നിന്നും തന്നെ ഇറക്കിവിട്ടു എന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടിയായാണ് താൻ വീണ്ടും വേദിയിലെത്തിയതെന്നും ആശമാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു.
ഇതെന്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല, അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കണം. ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ലേ ഇന്ന് ഞാൻ പോയത്. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ക്ഷണിച്ചിട്ടാണെന്നും തങ്ങളെ പിന്തുണച്ച എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നും ആശാപ്രവർത്തകർ അറിയിച്ചു. ഒരു കുപ്പി വെള്ളം കുടിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസരത്തിലാണ് അവിടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയവരും സമരപ്രതിജ്ഞാ റാലിയിൽ പങ്കെടുത്തു. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് KG ശങ്കരപ്പിള്ള. 2025 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിന്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപ്പിള്ള. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയ്ക്ക് മലയാളത്തിലെ ശ്രദ്ധേയനായ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് KG ശങ്കരപ്പിള്ള പ്രതികരിച്ചു. നീതി കേന്ദ്രീകൃതമായ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്നതാണ് KGSന്റെ പ്രത്യേകത. കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ് കവി KG ശങ്കരപ്പിള്ള. ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര ഗവൺമെന്റ് LP സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1971 മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ചു. മലയാള കവിതാ അനുഭവത്തെ ആധുനിക ആവിഷ്കാരത്തിൽ വ്യത്യസ്തമാക്കിയ കവികളിൽ പ്രധാനിയാണ് KGS. ഭാഷയിലും രൂപത്തിലും ഭാവത്തിലും തൻ്റേതായ പുതിയ വഴി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. 1970കളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. 1998ലും 2002ലും കേരള സാഹിത്യ അക്കാദമി അവാർഡും 2002ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുള്ള KGSന്റെ മലയാള രചനകൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, സിംഹള ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2008ലെ P. കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009ലെ ഓടക്കുഴൽ അവാർഡ്, 2009ലെ ഹബീബ് വലപ്പാട് അവാർഡ്, 2011ലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം, 2018ലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 2020ലെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് തുടങ്ങിയവയാണ് അദ്ദേഹം നേടിയ മറ്റു പ്രധാന പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോഴിക്കോട് കക്കോടി കോട്ടുപാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപം വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് അതിഥി തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശിയായ ഉദയമാഞ്ചിയാണ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിൽ കെട്ടുന്നതിനിടെ സമീപത്തെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെ 10:30 കൂടിയാണ് കക്കോടി കോട്ടുപാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപം വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് അതിഥി തൊഴിലാളി മരിച്ചത്. പുതിയ മതിൽ നിർമ്മിക്കുന്നതിനിടെ മണ്ണ് താഴ്ന്നാണ് പഴയ മതിൽ ഇടിഞ്ഞു വീണത്. അതിഥി തൊഴിലാളിയായ ഒഡീഷ സ്വദേശി ഉദയമാഞ്ചിയുടെ തല അവശിഷ്ടങ്ങൾക്കടിയിൽ അരമണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. നാട്ടുകാർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെന്നതോടുകൂടിയാണ് വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് എത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഉദയമാഞ്ചി മരിച്ചിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഈ ഭിത്തി പൊന്തിച്ച് അദ്ദേഹത്തെ എടുത്തു. ഒരു കൈ പുറത്തായിരുന്നു, അയാളെ പതുക്കെ എടുത്തു പുറത്തിടാമ്പിക്കും മരിച്ചിട്ടുണ്ട്. ഒരു കൈ പൊട്ടി തൂങ്ങിപ്പോയിക്കുന്നു. പിന്നെ തലേൻ്റെ ഇവിടെ, കണ്ണിൻ്റെ അവിടെ ചോര വരുന്നുണ്ട്. ആ ഭിത്തിനെക്കാട്ടി ആഴത്തിൽ ഈ ഭിത്തി കയറി. അപ്പം ആ ഭിത്തിക്ക് ഉറപ്പ് കുറഞ്ഞ് മണ്ണിടിച്ചു താഴ്ത്തിയത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അത്രയും താഴ്ത്തി വീടുണ്ടാക്കി, പിന്നെ താഴ്ത്തിയിട്ട് കിള കയറി. ഈ കന്മതിൽ പഴയ കന്മതിലാണ്, ആദ്യം ഉള്ളതായിരുന്നു. മലയാളി ഉൾപ്പെടെ 3 തൊഴിലാളികളാണ് വീട് നിർമ്മാണം നടക്കുന്നിടത്തുണ്ടായിരുന്നത്. അപകടത്തിൽ ഒരു മലയാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. പന്തിരാങ്കാവ് സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ എലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് 7 ദിവസത്തേക്കാണ് ജില്ലാ കളക്ടർ പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അമ്പായത്തോട് ജംഗ്ഷനിലും പ്ലാന്റിന് 300 മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ 50 മീറ്ററിനുള്ളിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും.
സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം നിബന്ധനകളോടെ തുറക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി അനുമതി നൽകിയിരുന്നു. പ്ലാന്റ് തുറന്നാൽ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചതിന് പിന്നാലെയാണ് പരിസരത്ത് 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. അമ്പായത്തോട് ജംഗ്ഷനിലും പ്ലാന്റിന് 300 മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ 50 മീറ്ററിനുള്ളിലുമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. പ്രദേശങ്ങളിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനും പ്രതിഷേധമോ പൊതുപരിപാടികളോ പ്രകടനങ്ങളോ നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാന്റ് തുറക്കുന്ന ദിവസം അമ്പലമുക്കിൽ സമരപ്പന്തൽ പുനഃസ്ഥാപിച്ച് 1ാം ഘട്ട സമരം തുടരാനാണ് സമരസമിതിയുടെ നീക്കം. ഒരാഴ്ച കഴിഞ്ഞ് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള 2ാം ഘട്ട പ്രതിഷേധത്തിലേക്കും കടക്കും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ സമരസമിതി രൂപവത്കരിച്ച് സമരം ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഭാരതീയ ജ്യോതിഷ വിചാര സംഘം 3ാമത് സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടന്നു. BMS ദേശീയ സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുഴിപ്പുള്ളി NK നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ പന്തളം കൊട്ടാരം ട്രസ്റ്റി PN നാരായണവർമ്മ വിശിഷ്ടാതിഥിയായിരുന്നു. ജ്യോതിഷ രംഗത്തെ പ്രഗത്ഭരെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി BJVSന്റെ പ്രഭാരി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്ന പ്രതിരൂപമായി കണ്ട് അത്യധികം സ്വാമിയേ P മുരളീധരൻ ചേട്ടനെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ റിമാൻഡ് ചെയ്തു. 15-ാം തീയതി വരെയാണ് റിമാൻഡ്. 3-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കും. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെന്നാണ് ഇയാൾക്കെതിരായ കേസ്. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ ഈ മാസം 15-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 2023-ലാണ് പണം തട്ടിയത്. വാർഷിക റിട്ടേണും ലാഭവും ഷെയറും നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കമ്പനി ഡയറക്ടറായ ഷർഷാദ് 1-ാം പ്രതിയും CEO ആയ തമിഴ്നാട് സ്വദേശി ശരവണൻ 2-ാം പ്രതിയുമാണ്. ഷർഷാദ് കമ്പനി ഉടമയല്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും അഭിഭാഷകൻ വാദിച്ചു. കുറ്റകൃത്യം നടന്നത് ചെന്നൈയിലാണെങ്കിലും കേസെടുത്തത് കേരളത്തിലാണ്. എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചാണ് അറസ്റ്റ് നടന്നത്. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെന്നും ഷർഷാദിന്റെ അഭിഭാഷകൻ വാദിച്ചു. ജാമ്യാപേക്ഷ 3-ാം തീയതി പരിഗണിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച പരാതി നേരത്തെ വിവാദമായിരുന്നു. UK വ്യവസായി രാജേഷ് കൃഷ്ണയും CPIM നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാട് നടന്നെന്ന് ആരോപിച്ചായിരുന്നു പരാതി. ആരോപണത്തിന് പിന്നാലെ MV ഗോവിന്ദനും തോമസ് ഐസക്കും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നക്ഷത്ര ആമയെ കടത്താൻ ശ്രമിച്ച 6 പേരെ കുട്ടിക്കാനം മുറിഞ്ഞപുഴയിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. മറയൂർ സ്വദേശികളായ സന്തോഷ് പ്രകാശ്, സംരാജ്, അജികുമാർ, മുത്തുകുമാർ, എലപ്പാറ സ്വദേശി അലക്സാണ്ടർ എന്നിവരെ മുറിഞ്ഞപുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. വനംവകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് കിട്ടിയ രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ റോഡിന് നടുവിലെ ഗർത്തം നാട്ടുകാർക്ക് തലവേദനയാകുന്നു. 1 മാസത്തിനടുത്തായി ഈ ഗർത്തം രൂപപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് അപകടം പതിയിരിക്കുന്ന ഈ കുഴി. എന്നാൽ ഒരാൾ താഴ്ചയുള്ള വലിയ ഗർത്തമായി മാറി 1 മാസം കഴിഞ്ഞിട്ടും അധികൃതർ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുന്നറിയിപ്പിനായി ഒരു ജാഗ്രതാ ബോർഡും റിബൺ ഉപയോഗിച്ച് ചുറ്റും തിരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ബ്രേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നുള്ള കനാലാണ്. ഈ കനാലിലേക്ക് വാഹനങ്ങൾ ഇടിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ആളിന് തന്നെ അപകടം വളരെ രൂക്ഷമായ അവസ്ഥയായിരിക്കും. ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഇത് കായംകുളം തിരുവല്ല സംസ്ഥാന പാതയാണ്. അധികാരികൾ അതിൻ്റെ ആ ഒരു ഗൗരവം അതിന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രികാലങ്ങളിൽ പ്രദേശത്ത് മതിയായ വെളിച്ചം ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇരുചക്ര വാഹന യാത്രികരാണ് പ്രധാനമായും ദുരിതം അനുഭവിക്കുന്നത്. തിരക്കേറിയ റോഡിൽ ഇതുമൂലം ഗതാഗത തടസ്സം നേരിടുന്നതും പതിവ് കാഴ്ചയാണ്. മണ്ഡലകാലം കൂടി അടുത്തിരിക്കെ ഇനി ഈ റോഡിലെ തിരക്കേറും. അപ്പോഴും അധികൃതർ വിഷയത്തിൽ ഇടപെടൽ നടത്തുവാൻ തയ്യാറായില്ല എങ്കിൽ വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള നീക്കത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.
ജഗദ്ഗുരു സ്വാമി ഈശയുടെ 71ാം ജന്മദിനം തിരുവനന്തപുരത്ത് ആഘോഷിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികളോടെയായിരുന്നു സ്വാമി ഈശയുടെ ജന്മദിനം ആഘോഷിച്ചത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമിജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് മീര പറഞ്ഞു. മീര വിളിച്ചു, ഞാൻ വന്നു. മീര വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. സ്വാമി പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. അതിന് വേറെ മാർഗമില്ല, വന്നേ പറ്റൂ. കാരണം ഇതിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. സ്വാമിജി എന്നെ ഇപ്പം നിന്നെയൊന്ന് ഓർക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഗ്ലോബൽ എനർജി പാർലമെന്റിന്റെ സ്പീക്കർ എന്ന നിലയിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സ്വാമിജി. വിദ്യാഭ്യാസത്തിലൂടെ അകത്തെ അറിവും പുറത്തെ അറിവും സമന്വയിപ്പിക്കണമെന്ന് സ്വാമി ഈശ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഈ കലഹമില്ലാത്ത ഒരു കുടുംബം, അഹിതാവസ്ഥയില്ലാത്ത ഒരു സമൂഹം, യുദ്ധമില്ലാത്ത ഒരു ലോകം നമുക്കുണ്ടാകണം എങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പഠിക്കുമ്പോൾ പുറത്തെ വസ്തുവും പുറത്തെ അറിവും അകത്തെ അറിവും രണ്ടല്ല. ഏത് വിഷയം അതും ഭാഷയാകട്ടെ, സയൻസ് ആകട്ടെ, മാത്സ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും ഇത് രണ്ട് ചേർത്ത് പഠിപ്പിക്കണം. പുറത്തെ ഒന്ന് പഠിക്കുമ്പോൾ അകത്തെ ഒന്നിനെ പഠിപ്പിക്കണം. പുറത്തെ കെമിസ്ട്രി പഠിക്കുമ്പോൾ അകത്തെ കെമിസ്ട്രി പഠിപ്പിക്കണം. ഇത് രണ്ടും രണ്ടല്ലാതെ ഒന്നായി പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ ക്രമം, അതിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റിമറിക്കണ്ട. ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ്. കാരണം അവർ ജനിക്കുമ്പോൾ പാൽ പുഞ്ചിരിയോടുകൂടി നിഷ്കളങ്കത സ്വയം അനുഭവിച്ച് ആ സുഖം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും. അവരോരോരുത്തരും ആ പൂർണ്ണത, ആ സുഖത്തിൻ്റെ സ്വരൂപങ്ങളാണ്. സംശയിക്കേ വേണ്ട, അതനുഭവിക്കണം. എങ്കിൽ ഇന്നു നിൽക്കുന്ന രണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഭൗതികതയും തന്നെക്കുറിച്ചുള്ള അറിവാകുന്ന ആധ്യാത്മികതയും രണ്ടല്ല, ഒന്നാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. പുറത്തിരുന്നാൽ പുറത്തെ സയൻസ്, അകത്തിരുന്നാൽ അകത്തെ സയൻസ്. പുറത്തതും അകത്തതും ഒരേ വസ്തു തന്നെയാണ്. രണ്ടാമതൊരു വസ്തു ഇല്ല. ഏതൊരു വസ്തു എടുത്താലും പുറത്തും എനർജിയാണ്, അകത്തും എനർജിയാണ്. പുറത്തു മാറ്റമാണ്, എനർജി അല്ലാത്ത മറ്റൊന്നും ഇല്ല. ഇത് കുഞ്ഞുനാൾ തൊട്ട് ഓരോ വിഷയവും പഠിപ്പിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ കാലഘട്ടത്തിൽ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ ഉതകുന്ന ഒരേ ഒരു മാർഗം. ഡോക്ടർ MR തമ്പാൻ രചിച്ച പുസ്തകവും ഗവർണർ പ്രകാശനം ചെയ്തു. MR തമ്പാന് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും നൽകി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G. ശങ്കർ, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഈശോ വിശ്വവിദ്യാലയം പ്രിൻസിപ്പൽ മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതീയ കലകളും സംഗീതവും പൈതൃക സംസ്കാരവും പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്ന സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ അമോങ്സ്റ്റ് യൂത്തിൻ്റെ സ്ഥാപകൻ പത്മശ്രീ ഡോക്ടർ കിരൺ സേത്തിന് കോഴിക്കോട് സ്വീകരണം നൽകി. സ്പിക്മാഗെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് കിരൺ സേത്ത് കേരളത്തിലെത്തിയത്. ഇതിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പൈതൃക കലകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സ്പിക്മാഗയുടെ സന്ദേശവുമായി സൈക്കിളിൽ ഭാരത പര്യടനവും നടത്തിയിരുന്നു. നല്ല കലയും വിദ്യാർത്ഥികളുടെ ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുക എന്ന ആശയമാണ് യാത്രയ്ക്ക് പിന്നിലെന്ന് കിരൺ സേത്ത് കോഴിക്കോട് പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി സർക്കാരുമായി സഹകരിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഭാരതീയ ശാസ്ത്രീയ കലാരൂപങ്ങളെക്കുറിച്ചുള്ള പ്രദർശന സെക്ഷനുകൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Okay, right now, just day before yesterday, we had Vinayak Torviji, the great Hindustani vocalist from Bengaluru, give a concert at NIT Calicut. And what we have been doing is, we have been going all over Kerala again to revive the groups which are right now sagging a little bit. And we are planning to do on the 1st, 2nd and 3rd of January, a 3-day all Kerala convention at the Indian Institute of Space Technology in Thiruvananthapuram, in which we'll get people from all over Kerala to come there and see how, with lovely programs we are going to be doing, showcasing different aspects of not only Kerala culture but for the whole country.
ആന്ധ്രയിലെ ശ്രീകാകുളം ജില്ലയിലെ കാസിബുഗിയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 9 മരണം. 15ഓളം പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 4 മാസം മുമ്പ് ഭക്തർക്കായി തുറന്നുകൊടുത്ത സ്വകാര്യ ക്ഷേത്രമാണിത്. ഇത്രയും വലിയ ഉത്സവം നടക്കുന്നതായി പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് വിവരം. ഏറെക്കാലമായി പ്രവാസികളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ. ഇപ്പോൾ ഇതിന് വഴിയൊരുക്കുകയാണ് കേരള സർക്കാർ. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് കേരള സർക്കാർ റൂട്ട്സ് മുഖേന അവതരിപ്പിക്കുന്ന നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഇതിലൂടെ നിരവധി പ്രവാസികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകുമെന്ന് നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊലാശ്ശേരി പറഞ്ഞു. പദ്ധതിയുടെ സവിശേഷത എന്നത് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസിനോടൊപ്പം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. പ്രവാസിയോടൊപ്പം പ്രവാസിയുടെ കുടുംബത്തിനും ഇതിനകത്ത് പരിരക്ഷ നൽകുന്നുണ്ട്. സാധുവായ നോർക്ക പ്രവാസി ID കാർഡുള്ള പ്രവാസി കേരളീയർ, വിദേശത്ത് പഠിക്കുന്ന നോർക്ക സ്റ്റുഡൻസ് ID കാർഡുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള NRK ID കാർഡുള്ള പ്രവാസികൾ എന്നിവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 18നും 70 വയസ്സിനും ഇടയിലുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള ഏത് ആരോഗ്യ അവസ്ഥയോടുകൂടി പ്രത്യേക മെഡിക്കൽ പരിശോധന ഇല്ലാതെ തന്നെ 18നും 70 വയസ്സിനിടയിലുള്ള പ്രവാസി മലയാളികൾക്ക് ഈ പദ്ധതിയിൽ ഭാഗമാകാം. ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ് നോർക്ക കെയർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് 20 വർഷം നീണ്ടുനിന്ന കരിയർ അവസാനിപ്പിക്കുന്നതായി ബൊപ്പണ്ണ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും ബൊപ്പണ്ണ പറഞ്ഞു. നാൽപ്പത്തിയഞ്ചാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം. ഡബിൾസിലെ ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം ജേതാവ്, ഏറ്റവും പ്രായം കൂടിയ ലോക 1-ാം നമ്പർ എന്നീ നേട്ടങ്ങൾ ബൊപ്പണ്ണയ്ക്ക് സ്വന്തമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ്, 2017 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടങ്ങളാണ് ബൊപ്പണ്ണ സ്വന്തമാക്കിയത്. ഒളിമ്പിക്സിലും ഡേവിഡ്സ് കപ്പിലും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. പാരീസ് മാസ്റ്റേഴ്സിൽ അലക്സാണ്ടർ ബുംബ്ലിക്കിനൊപ്പമുള്ള ഡബിൾസ് മത്സരമായിരുന്നു താരത്തിൻ്റെ അവസാന മത്സരം. മെൻസ് ഡബിൾസിലും മിക്സഡ് ഡബിൾസിലുമായി 4 ഗ്രാൻഡ് സ്ലാം ഫൈനലുകളിലും താരം എത്തിയിട്ടുണ്ട്. 2012ലും 2015ലും ATP ഫൈനലിലും ബൊപ്പണ്ണ പങ്കെടുത്തു. കുടകിലെ സാധാരണ ജീവിതത്തിൽ നിന്നാണ് ബൊപ്പണ്ണയുടെ യാത്ര ആരംഭിക്കുന്നത്. സെർവിനുള്ള കരുത്തിനായി മരം വെട്ടിയും കരുത്ത് വർദ്ധിപ്പിക്കാൻ കാപ്പിത്തോട്ടങ്ങളിലൂടെ ഓടിയും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. 2016 റിയോ ഒളിമ്പിക്സിൽ സാനിയ മിർസയ്ക്കൊപ്പം 4-ാം സ്ഥാനത്തെത്തിയതും 2 പതിറ്റാണ്ടിലേറെയായി ഡേവിഡ്സ് കപ്പ് മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തിളക്കമുള്ള അധ്യായങ്ങളാണ്. വിരമിച്ച ശേഷവും ഇന്ത്യയിലെ ടെന്നീസ് രംഗത്ത് സജീവമായി ബൊപ്പണ്ണ ഉണ്ടാകും. അദ്ദേഹം സ്ഥാപിച്ച UTR ടെന്നീസ് പ്രോ അക്കാദമി ഇന്ത്യൻ ടെന്നീസ് പ്രതിഭകളെ കണ്ടെത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സ്ഥാപനമാണ്. ജീവിതത്തിന് അർത്ഥം നൽകിയ ഒന്നിനോട് എങ്ങനെ വിട പറയുമെന്നും ടൂറിലെ മറക്കാനാവാത്ത 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സമയമായിരിക്കുന്നു എന്നുമാണ് വിരമിക്കൽ പ്രഖ്യാപനത്തിൽ ബൊപ്പണ്ണ പറഞ്ഞത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും വികാരഭരിതമായ വാക്കുകളിലൂടെ ബൊപ്പണ്ണ സമൂഹമാധ്യമത്തിൽ പറയുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ കർണാടകയ്ക്ക് മികച്ച തുടക്കം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കർണാടക ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റിന് 319 റൺസ് എന്ന നിലയിലാണ്. തിരുവനന്തപുരം മംഗലപുരത്തെ KCA സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വേദിയിൽ നടക്കുന്ന ആദ്യ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരമാണിത്. ഈ സീസണിൽ കേരളത്തിന് 2 മത്സരങ്ങളിൽ നിന്നും 2 പോയിന്റ് മാത്രമാണുള്ളത്. കർണാടകയ്ക്കായി സെഞ്ചുറി നേടിയ കരുൺ നായർ, അർദ്ധ സെഞ്ചുറി നേടിയ രവിചന്ദ്രൻ സ്മരണുമാണ് ക്രീസിലുള്ളത്. 3-ാം ഏകദിനത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആശുപത്രി വിട്ടു. പരിക്ക് ഭേദമാകുകയാണെന്നും ചികിത്സയ്ക്കായി സിഡ്നിയിൽ തുടരുമെന്നും BCCI അറിയിച്ചു. ഇടതുവാരിയലിന് പരിക്കേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനാൽ അദ്ദേഹത്തെ സിഡ്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ICUവിൽ നിന്നും മാറ്റിയ താരത്തെ പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യാനാവുമ്പോൾ മാത്രമേ ശ്രേയസ് അയ്യർ ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്നും ബോർഡ് അറിയിച്ചു. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നാളെ. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. നവി മുംബൈയിലെ
DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് മത്സരം. 2 തവണ കൈവിട്ട ലോകകപ്പിനായി ഇറങ്ങുകയാണ് ഇന്ത്യ. നാളെ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് കളി. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്ക 4 തവണ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ 125 റണ്ണിന് തകർത്ത് ആദ്യമായി ഫൈനലിലെത്തി. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വിജയലക്ഷ്യം പിന്തുടർന്നായിരുന്നു സെമിയിൽ ഇന്ത്യയുടെ ചരിത്ര നേട്ടം. ജെമീമ റോഡ്രിഗസിന്റെ ഉജ്ജ്വല സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. താരം 127 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. 48.3 ഓവറിൽ 339 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു. ഇതോടെ നിലവിലെ ചാമ്പ്യന്മാരുടെ ഫൈനൽ പ്രവേശന സാധ്യത അസ്ഥാനത്തായി. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ ജെമീമ റോഡ്രിഗസ് തന്റെ 3ാം ഏകദിന ലോകകപ്പ് സെഞ്ചുറിയാണ് നേടിയത്. ലോകകപ്പിലെ താരത്തിന്റെ ആദ്യ സെഞ്ചുറി ഇന്ത്യയുടെ ചരിത്രക്കുതിപ്പിന് വഴിയൊരുക്കുകയും ചെയ്തു. വനിതാ ലോകകപ്പിൽ 6 തവണ സെമി കളിച്ച ഓസീസ് 4ലും ജയിച്ചിരുന്നു. എന്നാൽ പരാജയപ്പെട്ട 2 തവണയും ഇന്ത്യയായിരുന്നു എതിരാളികൾ. 2017 മിഥാലി രാജിന്റെ സംഘമാണ് ഓസ്ട്രേലിയയെ സെമിയിൽ പരാജയപ്പെടുത്തിയ മറ്റൊരു ടീം. ഇന്ത്യൻ വനിതാ ലോകകപ്പിൽ ഇത് 2ാം തവണ മാത്രമാണ് നോക്കൌട്ട് മത്സരങ്ങളിൽ 200-ന് മുകളിലുള്ള ലക്ഷ്യം പിന്തുടർന്ന് വിജയിക്കുന്നത്. 2017 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് വനിതകൾ 219 എന്ന ലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ചിരുന്നു. അതേസമയം ഇന്ത്യ 2005-ലും 2017-ലും ഫൈനലിലെത്തിയെങ്കിലും തോറ്റു. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടുമായിരുന്നു തോൽവി. 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് കലാശപ്പോരിന് ഇപ്പോൾ ഇന്ത്യക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.